ഓക്കെ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെ ചെയ്യാ? ഇതെന്താ ചെയ്യാ? അപ്പൊ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞോ? മെഡിറ്റേഷൻ എങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. പഠിപ്പിച്ചോ? ഇല്ലല്ലോ. സിമ്പിൾ ട്രിക്ക് പറഞ്ഞോ കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് വർക്കാവുകയും എല്ലാ ആളുകൾക്കും വർക്കാവുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് നിങ്ങൾക്ക് തോന്നും ഇത് വർക്കൗട്ട് ആവില്ല എന്ന്. പക്ഷെ വർക്കൗട്ട് ആവും. ചെയ്ത് നോക്കിയാൽ. അതെന്താന്നുണ്ടെങ്കില് ഇപ്പൊ മെഡിറ്റേഷൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ല. അപ്പൊ എനിക്കിത് ഒരുപാട് പേരടുത്ത് ചോദിച്ചു. ഒരുപാട് എന്നിട്ടല്ലേ? ഓക്കെ. അപ്പൊ എന്നിട്ട് ചോദിച്ചു പോയാല് നിങ്ങൾ ആ 0 മൈലിലെത്തും. അതായത് നിങ്ങൾ എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ആ 0യിൽ എത്തിയത്. എനിക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ ആ 0 മൈലിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേ, അതായത് പ്രകൃതിയിലുള്ള 2 ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. ഏറ്റവും പവർഫുൾ ഊർജ്ജ സ്രോതസ്സ്. ആ ഊർജ്ജ സ്രോതസ്സിനെ, അതായത് നമ്മളെപ്പോഴും ദൈവം എന്ന് പറഞ്ഞിട്ടാണല്ലോ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെ? ഗോഡ് അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷുകാരാണെങ്കിൽ സൂര്യ നമസ്കാരം ഉണ്ടായിരിക്കും. ചിലർ കടലിന്റെ അടുത്ത് പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യും. ചിലർ പുഴയുടെ അടുത്ത് പോയിരിക്കും. ചിലർ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനല്ലേ മെഡിറ്റേഷൻ? ഇപ്പോ ബുദ്ധ സന്യാസിമാരാണെങ്കിൽ മലയുടെ മുകളിൽ എവിടെയും പോയിട്ട് ചെയ്യും. അപ്പോ ഗോഡ് എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് മെഡിറ്റേഷൻ എന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 ഊർജ്ജ സ്രോതസ്സാണ് ഒന്ന് സൂര്യനും ചന്ദ്രനും. ഇതിനെ ഗോഡായിട്ട് കണ്ട്, ഗോഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഗുരുവായി കണ്ട് അതിനെ നോക്കി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് എത്തിച്ചേരണത് ഏകദേശം 1 വർഷം കൊണ്ട് എത്തിച്ചേരാൻ അർത്ഥം. വെറും ഒരൊറ്റ കൊല്ലം കൊണ്ട് എത്തിച്ചേരും. ഒരേ 1 വർഷം കൊണ്ട്. 10 വർഷം, അതായത് 10 വർഷം എടുക്കുന്ന റിസ്ക്, 10 വർഷം എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം വെറും 360 ദിവസം കൊണ്ട് എത്താൻ പറ്റും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സൺ മെഡിറ്റേഷൻ കുറെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പറയുന്നത് സൺ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കാലത്ത് സൂര്യ ഉദയം മുതൽ 15 മിനിറ്റും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള 15 മിനിറ്റും, ലാസ്റ്റ് എൻഡിങ് 15 മിനിറ്റ്. സൂര്യൻ എപ്പോഴാണോ റെഡ് കളറിൽ കണ്ടു തുടങ്ങുന്നത് ആ സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അത് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം? കണ്ണ് തുറന്നു വെച്ച് മെഡിറ്റേഷൻ ചെയ്യണം. അവരെ കണ്ണ് തുറന്നു എന്താണ് ഭായി പറഞ്ഞത്? എല്ലാവരും ലോകത്തുള്ള എല്ലാവരും കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ എന്താണ് കണ്ണ് തുറന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞത്? അതിനു മുമ്പ് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലൊക്കെ ഉണ്ടാവും വീട്ടില്. ആ ബോട്ടിലോ ഗ്ലാസോ എന്തെങ്കിലും വലിയ വസ്തുക്കള് ഇങ്ങനെ കുറച്ച് ദൂരെ, ഏകദേശം നമ്മുടെ ഫ്രണ്ടില് ഏകദേശം ഒരു 3-4 അടി ദൂരെ എന്തിന്റെ മുകളിൽ ആ ഗ്ലാസ് മാത്രം കയറ്റി വെക്കുക. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ്, ഇങ്ങനത്തെ ഒരു കപ്പ് ആവാം വേണമെങ്കിൽ. അത് വലിയ സാധനം കയറ്റി വെക്കുക. എന്നിട്ട് ഒരു 3 അടി ദൂരെ ഇരിക്കുക. അതൊന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഗ്ലാസ് ഒക്കെ നോക്കിക്കൊണ്ട് ഒന്ന് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. കപ്പ് മാത്രം കാണാൻ പറ്റുള്ളൂ. അതിന് ചുറ്റുമുള്ള എല്ലാ വസ്തുവും മാഞ്ഞു പോകും. ഇത് വായിച്ചപ്പോഴേ, ഇത് ഞാനൊരു ബുക്കിനകത്ത് വായിച്ചപ്പോഴേ, ഇതെന്ത് കൊണ്ടത്തരാ, അതെങ്ങനെ ക്ലാസ്സിലേക്ക് നോക്കുന്ന ക്ലാസ് ഇങ്ങനെ ചുറ്റുള്ളത് കാണില്ലേ? ഞാൻ ചോദിച്ചതാട്ടോ. ഇത് നടക്കുന്ന കാര്യമില്ലെന്ന്. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഏകദേശം ഒരു 4-5 ദിവസം, 3-4 ദിവസം കൊണ്ട് തന്നെ എന്റെ കണ്ണിൽ നിന്ന് കംപ്ലീറ്റ് മാഞ്ഞു പോയി, ഗ്ലാസ് മാത്രമായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എടാ ഇതിലെന്തോ സംഭവം ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്തിട്ടാ? ചുമരുമ ഒരു കോയിൻ എടുക്കുക. ഒരൊറ്റ കോയിൻ ഇല്ലേ, ഒറ്റ കോയിൻ ചുമരുമ ഒരു റൗണ്ട് വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു റൗണ്ട് പേപ്പർ എടുക്കുക. കുഞ്ഞൊരു പേപ്പർ, റൗണ്ട് പേപ്പർ. ഒരു ഒറ്റ കോയിന്റെ വലുപ്പത്തിലുള്ള റൗണ്ട് പേപ്പർ എടുക്കുക. ബ്ലാക്ക് പേപ്പർ അങ്ങനെ എന്തെങ്കിലും. ആ സാധനം എടുത്തിട്ട് നിങ്ങൾ ചുമരും ഒട്ടിച്ച് വെക്കുക. നമ്മുടെ നെറ്റിന്റെ നേരെ, ഇരിക്കുന്നതിന്റെ നേരെ. എന്നിട്ട് കറക്റ്റ് 3 അടി ദൂരെ, 3 അടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, 3 സ്റ്റെപ്പിന്റെ പുറകിൽ ഇരുന്നിട്ട് നമ്മുടെ നെറ്റിന് നേരെ ചുമരും ഒട്ടിച്ച് വെച്ചിട്ട് അതിന് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ബ്ലാക്ക് ഡോട്ടിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ബാക്കിയുള്ളതെല്ലാം മാഞ്ഞു പോയി. ആ ബ്ലാക്ക് ഡോട്ട് മാത്രം കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ബ്ലൈൻഡ് ആയി പോകും. അതായത് നമ്മൾ ചില ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മളെ മാത്രം കിട്ടും, ബാക്കി പുറകിലുള്ളതൊക്കെ ഇതായി പോലെ, ബ്ലറായി പോലെ. അതുപോലെ ബ്ലറായി പോകും. അത് മാത്രം കാണാൻ പറ്റും. സോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്നർത്ഥം. നിങ്ങൾക്ക് ഏത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും? അതായത് കണ്ണ് തുറന്നു വെച്ച മെഡിറ്റേഷൻ. നമ്മളെപ്പോഴും മറ്റുള്ള രീതിയിൽ പോവില്ലേ? അത് നമ്മുടേതായ വഴി ഉണ്ടാവും.
ഓക്കെ. ഞാനത് അപ്ലൈ ചെയ്ത്, ഞാൻ വർക്കൗട്ട് ചെയ്ത്, ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി അത് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. അല്ലാതെ ഒരു ബുക്കിൽ കണ്ട്, അവിടെ കണ്ട്, ഇവിടെ കണ്ടു എന്ന് നമ്മൾ പറയില്ല. ഓക്കെ. ഇനി ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ സൺ മെഡിറ്റേഷൻ ആൻഡ് മൂൺ മെഡിറ്റേഷൻ. അപ്പോ ചന്ദ്രനെയും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, സൂര്യനെയും മെഡിറ്റേഷൻ ചെയ്യാം. ചന്ദ്രനെ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ. സൂര്യനെ മെഡിറ്റേഷൻ ചെയ്താൽ ആത്മകാരകനായ നമ്മുടെ ഭയങ്കര പവർ കൂടും. നമുക്ക് ആത്മവിശ്വാസം കൂടും, കോൺഫിഡന്റ് കൂടും, എല്ലാം കൂടും. ചന്ദ്രനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡന്റ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്നർ മൈൻഡ് ഉള്ളിൽ ഓക്കെ. സോ അപ്പോ മൂൺ മെഡിറ്റേഷൻ ആൻഡ് സൺ മെഡിറ്റേഷൻ, ഈ രണ്ട് ഡിവൈസുകൾ എന്റെ തത്വശാസ്ത്രം പ്രകാരം, അതായത് എനിക്കൊരു തത്വശാസ്ത്രം ഉണ്ട്, എന്റെ തിയറി എന്ന് പറഞ്ഞ തിയറി. ആ തിയറി പ്രകാരം സണ്ണും മൂണും, അതായത് ചന്ദ്രനും സൂര്യനും രണ്ട് സാധനങ്ങളും ദൈവം ആകാശത്ത് സൃഷ്ടിച്ച രണ്ട് ഡിവൈസുകൾ മാത്രമാണ്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ റഡാറ്, ആന്റിന എന്ന് കേട്ടിട്ടുണ്ടോ? റഡാറ്, ആന്റിന പോലെ രണ്ട് ഡിവൈസുകൾ മാത്രമാണ് ചന്ദ്രനും സൂര്യനും. ഇത് ഞാനെന്തോ എന്റെ തലനിർത്ത് പറയുന്നതല്ല. ചന്ദ്രനും സൂര്യനും ഡിവൈസുകളാണ്. അതായത് നമ്മുടെ നക്ഷത്രം, ഇപ്പോ മോൺസീഡ് ആയാലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ നക്ഷത്രങ്ങളില്ലേ. ഇപ്പൊ എന്റെ തിരുവോണ നക്ഷത്രം അല്ലെ. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിന്റെ നക്ഷത്രം തിരുവോണമായി എന്ന് ചോദിച്ചാൽ എന്തുത്തരം നമ്മൾ പറയാ? നമ്മൾ എങ്ങനെ ഉത്തരം പറയും അവർക്ക്? ഉത്തരം സിമ്പിളാണ്. അതായത് ഞാൻ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ തിരുവോണ നക്ഷത്രത്തിലായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ തിരുവോണം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ രണ്ടാം പാദത്തിന്റെ റേഡിയേഷൻ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിമ്പിൾ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ചന്ദ്രൻ എന്താ? റേഡിയേഷൻ ഭൂമിയിലേക്ക് അയക്കുന്ന ഡിവൈസുകൾ മാത്രം. അപ്പൊ കഥ എടുത്തു നോക്കുമ്പോൾ ചന്ദ്രന് 27 ഭാര്യമാരുണ്ട് എന്നും ചന്ദ്രൻ 27 നക്ഷത്രനെ കൺട്രോൾ ചെയ്യുന്നതെന്നും നമ്മൾ ജനിക്കുന്ന ദിവസം ഏത് ചന്ദ്രൻ ഏതിലാണ് ഇരിക്കുന്നത് അത് നമ്മുടെ ജന്മനക്ഷത്രമാകുമെന്നും സൂര്യൻ എവിടെയാണ് ഇരിക്കുന്നത് അത് നമ്മുടെ ആത്മകാരകനാകുമെന്നും എന്ന് പറയുമ്പോൾ ലോജിക്ക് പ്രകാരം എന്താ? ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്റെ തീര് പ്രകാരം ഞാനിതൊരിക്കലും മാറ്റി പറയില്ല. ലൈഫ് ലോങ് ഞാൻ ഇതുമ്പോൾ തന്നെ മുറുക്കെ പിടിക്കും. കാരണം എന്റെ തത്വശാസ്ത്രം ശരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഇറ്റ്സ് എ ഡിവൈസ്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നിൽക്കുന്ന ഭൂമിയിലേക്ക് അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള അതിനു മുകളിലുള്ള നക്ഷത്രങ്ങളുടെ എനർജിയെ ഭൂമിയിലേക്ക് അയക്കുന്ന ഡിവൈസുകൾ മാത്രമാണ് സൂര്യനും ചന്ദ്രനും. ഓക്കെ. ഡിവൈസുകൾ മാത്രമാണ്. ശരി. ഇങ്ങനെ ഇനി സൺ മെഡിറ്റേഷൻ എങ്ങനെ ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ ഈസിയസ്റ്റ് വേ ആയിട്ട് ആരംഭിക്കാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ ടാർഗറ്റ് എത്തിച്ചേരണമെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിച്ചു ഉയരുന്ന സൂര്യന് ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും കണ്ണ് തുറന്ന് വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സൂര്യനെ ഒരു 15 മിനിറ്റ് കണ്ണടയ്ക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും, കണ്ണടയ്ക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റാതെ, കണ്ണിന് വെള്ളം വരില്ലെന്ന്. ശരിയാണ്, കണ്ണിന് വെള്ളമൊക്കെ വരും. ആദ്യം നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും കണ്ണടയ്ക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല. അതങ്ങനെ 10 സെക്കൻഡ് ആകുമ്പോൾ കണ്ണടച്ചേ പറ്റൂ. അങ്ങനെ കൂട്ടി ഞാൻ കൂട്ടി 45 മിനിറ്റ്, അതായത് 45 മിനിറ്റ് കണ്ണടക്കാതിരിക്കും സൂര്യൻ നോക്കി. അതായത് സൂര്യൻ ഉദിച്ച് 45 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സൂര്യന്റെ റെഡ് കളർ മാറി, യെല്ലോ കളർ മാറി, സൂര്യൻ വൈറ്റ് കളറിലേക്ക് എത്തും. ആ വൈറ്റ് കളറിൽ നിൽക്കുമ്പോഴും സൂര്യനെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണടച്ച് പിന്നെ സൂര്യനെ നോക്കിയാൽ ഭയങ്കര വെളിച്ചമായിട്ട് നമുക്ക് തോന്നും. വേറെ ആർക്കും പറ്റില്ല ആ സമയം നോക്കാൻ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് സൂര്യന്റെ പ്രകാശം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് കണ്ണിലേക്ക് കിട്ടില്ല എന്നർത്ഥം. 45 മിനിറ്റ് നേരത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും കണ്ണ് തുറന്നു വെച്ചിട്ട്. സൂര്യനെ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ, നിങ്ങളുടെ നാട്ടിൽ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് അതാണ് നിങ്ങളുടെ ടൈം. ഓക്കെ. അപ്പോ സൂര്യൻ, ഇനി നമുക്ക് ഒരു മന്ത്രമുണ്ട്. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോവാണെങ്കിൽ നമ്മൾ പറയാ, എന്റെ കണ്ണടയുന്നില്ല, എന്റെ കണ്ണ് തുറന്നുകൊണ്ടേയിരിക്കുന്നു.
ഞാൻ കണ്ണൊക്കെ ഒരിക്കലും അടയ്ക്കാൻ സാധിക്കില്ല. നമ്മൾ ഉള്ളിൽ അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് അടയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിന്റെ ബ്രെയിൻ സിഗ്നൽസ് വർക്ക് ചെയ്യും. അപ്പൊ മാക്സിമം നമ്മുടെ കോമഡിയിൽ പറഞ്ഞ പോലെ ഇതെന്താ കണ്ണിൽ മുള വെച്ചിരിക്കുക, ഇത് എന്തിനാ കണ്ണടയാതിരിക്കാനാണെന്ന്. ആഹാ, നിങ്ങൾ എന്റെ അച്ഛന്റെ കണ്ണിൽ ഇത് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ അല്ല, അല്ല കണ്ണിൽ മുള വെച്ചൊന്നും നിൽക്കരുത്. സോ എല്ലാം നമ്മുടെ ഇന്നർ മൈൻഡ് ആണ്, നമ്മുടെ ഫുൾ ബ്രെയിൻ ആണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ആ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഹൈ പവറിൽ അത് നിൽക്കുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾക്ക് പറ്റും, അങ്ങനെ ഒരു 2-3 സമയം 2 മിനിറ്റ് പറ്റും, അങ്ങനെ 3 മിനിറ്റ് ആവും, അത് 4 മിനിറ്റ് ആവും, 5 മിനിറ്റ് ആവും, 6 മിനിറ്റ് ആവും, 7 മിനിറ്റ് ആവും, 8 ആവും, 9 ആവും, 10 ആവും, 15 ആവും, 20 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ണ് തുറന്നുകൊണ്ട് ഇനി ഇരിക്കാൻ പറ്റും സൂര്യൻ നോക്കിയിട്ട്. നിങ്ങൾക്ക് തന്നെ അതിശയവും, ഞാൻ 20 മിനിറ്റ് നേരമൊക്കെ സൂര്യനെ കണ്ണ് തുറന്നിരുന്നോ എന്നൊക്കെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ നിങ്ങൾ എവിടെ എത്തും? സൺ മെഡിറ്റേഷനിലേക്ക് എത്തും. അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് സൺ മെഡിറ്റേഷൻ. ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് കഴിഞ്ഞവർക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിൽ തന്നെ ചാർജ് ചെയ്യാൻ. പിന്നെ അതിൽ തന്നെ വേറെ സ്റ്റെപ്പും കൂടി ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യൻ യഥാർത്ഥ സൂര്യനല്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല. ഉദാഹരണം, നമ്മൾ ഒരു മീനിനെ വെള്ളത്തിന്റെ ഉള്ളിൽ മീനിനെ കാണുമ്പോൾ കറക്റ്റ് ആ മീൻ ഇരിക്കുന്ന പൊസിഷൻ അല്ല നമ്മൾ കാണുന്നത്. വെള്ളം ഒരു ലെൻസ് എഫക്റ്റഡ് വർക്ക് ചെയ്യുകയും മീൻ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ടാവും. അല്ലാതെ മീനെ കറക്റ്റ് നിൽക്കുന്ന സ്ഥലത്തല്ല. അതായത് നമ്മൾ വെള്ളത്തിനുള്ളിൽ വെള്ളം നിൽക്കുന്ന മീൻ, ഇത്രയും വെള്ളമുണ്ട്, മീൻ അടി നിൽക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോ മീൻ ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയായിട്ട് തോന്നും. നമ്മൾ ഇവിടേക്ക് ടാർഗറ്റ് ചെയ്താൽ കൊള്ളില്ല എന്നർത്ഥം. ചെറിയ ഡിഫറൻറ് ഉണ്ടാവും. ഇതേപോലെ വെള്ളം ഒരു ലെൻസിങ് എഫക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ ആകാശവും ഒരു ലെൻസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപവർത്തനം എന്നൊക്കെ പറയും. അതും ശാസ്ത്രം പറയുന്നതായിരുന്നല്ലേ, ഞാൻ പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂര്യൻ ഇരിക്കുന്ന സ്ഥലത്തല്ല യഥാർത്ഥ സൂര്യനെ കാണുന്നത് എന്നർത്ഥം. അതായത് യഥാർത്ഥ സൂര്യനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നർത്ഥം. നിങ്ങൾ കാണുന്നത് യഥാർത്ഥ സൂര്യനെ അല്ല. സൂര്യൻ വരുന്നത് വഴിയും അങ്ങനെയല്ല. സൂര്യൻ കറങ്ങിയാണ് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങനെ ഉദിച്ചു പൊന്തുന്ന പോലെ തോന്നും. സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നില്ല. സൂര്യൻ സൈഡിൽ നിന്നാണ് വരുന്നത്. സൈഡിൽ നിന്നും വരുന്ന സൂര്യനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് ആവർത്തനം മൂലം, അത് ലെൻസിങ് എഫക്റ്റ് മൂലം സൂര്യൻ ഉദിക്കുകയാണെന്ന് തോന്നും. സൂര്യൻ ഒരിക്കലും ഉദിക്കുന്നുമില്ല, അത് അസ്തമിക്കുന്നുമില്ല. സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സഞ്ചാരമാണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എടുക്കുന്ന സമയ വ്യത്യാസം കാണും. അത് എനിക്കറിയില്ല, അത് ശാസ്ത്രമല്ലേ. ആ ശാസ്ത്രമല്ല ഞാൻ പറയുന്നത്. സൂര്യൻ വളഞ്ഞു സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് തോന്നുന്നതാണ് സൂര്യൻ പൊന്തി വരുന്നതായിട്ട്. അങ്ങനെ പൊന്തി വരുന്നില്ല സൂര്യൻ. അത് ലെൻസിങ് എഫക്റ്റ് ആണ്. ക്ലിയർ ആയോ? അങ്ങനെ ഉദിച്ചു വന്ന സൂര്യൻ കറക്റ്റ് മുകളിലെത്തി 12 മണിക്ക് ആ ഉച്ചയിലെ സമയത്ത് എത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സൂര്യൻ നിങ്ങളുടെ ശരിക്കും തലയ്ക്ക് മുകളിൽ എത്തുന്നത്. 12 മണി എന്ന് പറഞ്ഞ സമയം. ഓക്കെ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ 12 മണിക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത്. ഉച്ചയ്ക്കായാലും. അപ്പൊ ലോകത്ത് എവിടെയായാലും സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്ന ഏത് രാജ്യത്തും ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. റൈറ്റ്? ഇതാണ് കണക്ക്. തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തിയാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. ശരി. അപ്പൊ 6 മാസം സൂര്യൻ ഇല്ലാത്ത രാജ്യം ഉണ്ട് ട്ടോ. അതല്ല ഉദ്ദേശിച്ചത്. മറ്റുള്ള നാടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സൂര്യന് 7 വീതികളുണ്ട്. 7 വീതികൾ. ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടാണിത്. എന്നാലും ആ 7 റോട്ടിലൂടെ മാത്രമേ സൂര്യൻ പോവുള്ളൂ. ആകാശത്ത് 7 പാതയുണ്ട് സൂര്യന്. ആ 7 പാതയിലൂടെ മാത്രമേ സൂര്യൻ പോവുള്ളൂ. അതുകൊണ്ടാണ് ഹിന്ദു മിത്തോളജിയില് സൂര്യദേവൻ 7 കുതിരകളെ പൂട്ടുന്ന തേരിൽ സഞ്ചരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. 7 കുതിരകൾ എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. അപ്പൊ കുതിര എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. ഇത്രയുള്ള സംഭവം. കുതിര എന്ന് എവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അതിനർത്ഥം അതെല്ലാം വഴി എന്നാണ് അർത്ഥം. ഭൂമിയല്ലേ സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അടി മേടിക്കണ്ട. നിങ്ങളുടെ സയൻസ് നമ്മുടെ സയൻസ് ഒരു മാറ്റം പറഞ്ഞില്ലേ? ഭൂമിയുടെ കർമ്മയിൽ എടുത്ത് അറിയാം നിങ്ങൾക്ക്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി. അങ്ങനെ സംഭവമേ ഇല്ല. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭൂമി ഒട്ടകപക്ഷിയുടെ മുട്ട പോലെ എന്നാണ്. ഒരിക്കലല്ല. ഖുറാൻ അങ്ങനെ പറയുന്നില്ല. ഖുറാൻ പറയുന്നത് ഒട്ടകപക്ഷി മുട്ടയിടാൻ വേണ്ടി ഭൂമിയെ വരത്തില്ലേ? ഒട്ടകപക്ഷി ഭൂമിയെ മുട്ടയിടാൻ വേണ്ടി ഭൂമിയെ പതുപതുത്തതും പരത്തതുമാക്കി വെക്കുന്ന ഇങ്ങനെയാണോ അങ്ങനെയാണ് ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ തന്നെയാണ് ബൈബിളിലും പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ബൈബിൾ എടുത്തോ, ഉൽപ്പത്തി എടുത്തോ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സംശയമുള്ളവർക്ക്. ഓക്കെ, ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ഉൽപ്പത്തി ഡീകോഡ് ചെയ്ത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ശരി. ബൈബിളിൽ എന്താ പറയുന്നത്? മോട്ടം സിലിക്ക എന്നുള്ള ഗ്ലാസ് ഉണ്ട്. ഭൂമിയെ എങ്ങനെയാണോ ഗോഡ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ്. ഹിന്ദു മതഗ്രന്ഥങ്ങളിലും എല്ലായിടത്തും ഭൂമി എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലത്തെ ഭൂമിയാണ് എന്റെ. അല്ലാതെ ശാസ്ത്രം പറഞ്ഞ ഭൂമിയുമായിട്ട് എന്റെ ഭൂമി ഒരു ബന്ധമില്ല. എം തിയറിന്റെ ഭൂമി അതൊരു ബന്ധമില്ല. സോ നമ്മളെല്ലാവരും മായാലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. എവറിത്തിങ്. സുനിത വില്യംസ് ചന്ദ്രയാത്ര, ചൊവ്വായാത്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. ലോകം അങ്ങനെയാണ്. അത് പറ്റിക്കപ്പെട്ട് ജീവിക്കട്ടെ, അതൊരു കാര്യം. ഓക്കെ, റിയാലിറ്റിയിലേക്ക് എന്ന് വരുന്നോ അന്ന് തിരിച്ചറിവ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പൊ ഈ സൂര്യനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. സൂര്യനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും ഒരു സൂര്യനുണ്ട്. എന്റെ പ്രകാരം ദൈവം ബൈബിളിൽ പറഞ്ഞത് ദൈവത്തെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ. അപ്പൊ ദൈവം എന്താ? പ്രപഞ്ചമാണ്, യൂണിവേഴ്സിറ്റിയാണ് ദൈവം എന്നും ഞാൻ വിളിക്കുന്നത് സിസ്റ്റം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ദൈവം എന്ന കൺസെപ്റ്റ് എന്താണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഗോഡ് തന്നെയാണ് നമ്മൾ തന്നെയാണ് ഗോഡ്. നമ്മുടെ ഇടത് കണ്ണാണ് ചന്ദ്രൻ, വലത് കണ്ണാണ് സൂര്യൻ. ഓക്കെ, ഭൂമി ശ്വസിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഭൂമി ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കണ്ണ് ഒരു സൂര്യനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ സൂര്യൻ ആക്ടിവേഷൻ ആയിട്ട് ആ സൂര്യനെ സൂര്യനാടിയ സൂര്യനാടി ഇടാ പിങ്കള നാടിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ നമ്മുടെ ആത്മാവിൽ നിന്നും ഒരു സൂര്യൻ ഉണ്ടായി. ആ സൂര്യനെ പ്രൊട്ടക്ട് ചെയ്യും. ആ സൂര്യ വെളിച്ചില്ലേ മെഡിറ്റേഷൻ ചെയ്യുമ്പോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും സൂര്യനെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു കറുത്ത പൊട്ട് പോലെ വേറൊരു സൂര്യൻ ഉണ്ടായി. ആ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു കറുത്ത പൊട്ട് വന്ന് ഡോട്ട് വന്ന് സൂര്യൻ എപ്പോഴാണോ ബ്ലോക്ക് ചെയ്യുന്നത്, ആ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സൂര്യന്റെ എനർജിയും നമ്മുടെ ഉള്ളിലുള്ള സൂര്യന്റെ എനർജിയും തമ്മിൽ ബ്ലോക്ക് ആവും. അതായത് മീൻ കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടി ഇവൻ എപ്പോഴാണ് ഇതിനെ തിരിച്ചറിയുന്നത്, ഇവൻ എപ്പോഴാണോ ഈ സൂര്യനെ തിരിച്ചറിയുന്നത്, അപ്പൊ രണ്ടും കൂടി മിക്സ് ആവും. അങ്ങനെ എപ്പോഴാണോ മിക്സ് ആവുന്നത് അപ്പോൾ മാത്രമാണ് ഇൻഫർമേഷൻ എനർജി പാസ് ആവുള്ളൂ എന്നർത്ഥം. അത് ഒരു വർഷം കൊണ്ടാവും, 10 കൊല്ലം കൊണ്ടാവും. 12 കൊല്ലം മെഡിറ്റേഷന്റെ കാര്യമില്ല എന്നർത്ഥം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനം, മെഡിറ്റേഷൻ, സൂര്യ നമസ്കാരം. ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ട് സാധനം. കാരണം 5 മിനിറ്റ് ചെയ്യണ്ടോ? ഡെയിലി സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരാൾക്ക് എന്താ ഗുണം എന്നുണ്ടെങ്കിൽ അവൻ ലേറ്റ് ആയി പോയാലും ട്രെയിൻ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരുള്ളൂ. അവന് വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ട് പോയാലും ട്രെയിൻ 5 മിനിറ്റ് ലേറ്റ് ആവും. ആ വ്യക്തിക്ക് വേണ്ടി ലേറ്റ് ആവും. അതാണ് സൂര്യ നമസ്കാരത്തിന്റെ പ്രത്യേകത. സൂര്യ നമസ്കാരം എന്നുള്ള വാക്ക് ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും സൺ മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയും. സണ്ണിനെ അറിയുന്ന ഓരോരുത്തർക്കും പ്രപഞ്ചത്തിനെ ആത്മാവിനെ അറിയാം എന്നാണ് പറയുക. ഓക്കെ, കാര്യം മനസ്സിലായോ? ശരി. ഇതേപോലെ തന്നെയാണ് ചന്ദ്രന്റെ മെഡിറ്റേഷനും. ചന്ദ്രനെ അതുപോലെ രാത്രി എപ്പോ വേണമെങ്കിലും കാണും. സോ ചന്ദ്രനുള്ള ദിവസങ്ങളിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ബേസിക് ട്രെയിനിങ് ആട്ടോ. നിങ്ങൾക്ക് അതിന് അഡ്വാൻസ്ഡ് കോഴ്സ് ശരിക്കും ഞാൻ ഇരുത്തി പറഞ്ഞു തരേണ്ടി വരും നിങ്ങൾക്ക്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം. എന്നാലും നിങ്ങൾക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാനൊരു കഥ പറയുന്നത് നിങ്ങൾ പുസ്തകം വായിച്ചതുപോലെയാണ്. എങ്ങനെ നീന്താൻ അറിയില്ല എന്ന് വിചാരിക്കും നിങ്ങൾക്ക്. നീന്താൻ തീരെ അറിയില്ല. നീന്തൽ പഠിക്കാൻ വേണ്ടി പുസ്തകം പോയിട്ട് മേടിച്ചു. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ ആഴമുള്ള ഒരു ജലാശയം തന്നെ എടുക്കുക. ആഴമുള്ള ജലാശയം നീന്താനുള്ള ഡ്രസ്സൊക്കെ ഇട്ടു ചാടിക്കോ. ചാടി എന്തായിരിക്കും അവസ്ഥ? വെള്ളത്തിൽ മുങ്ങിച്ചാവും. ഇതേപോലത്തെ ഒരു കഥയാണ് ഇത് ഞാനിപ്പോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്തിരി നിങ്ങളുടെ ബ്രെയിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബട്ട് ഞാൻ ഇരുത്തി നിങ്ങളെ ഒരു പ്രാവശ്യം 1 ടൈം നമ്മൾ മീറ്റ് ചെയ്ത് ഒരു ദിവസം എന്റെ കൂടെ ഇരുന്ന് സൺ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു തരികയും അല്ലെങ്കിൽ മൂൺ മെഡിറ്റേഷൻ ഞാൻ എന്റെ കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ആ സാധനം കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. അതിനൊന്നും ഗുരു എന്ന് വിളിക്കുക. ഗുരു ഇല്ലാതെ നമുക്കത് കിട്ടില്ല എന്ന് പറയുന്ന കാരണം അതുകൊണ്ടാണ്. അല്ല ഞാൻ ഗുരുദേവനായിട്ടല്ല കേട്ടോ, അത് പറഞ്ഞു തരണം ആ സമയത്ത്. അപ്പോഴത് വർക്ക് ചെയ്യുള്ളൂ എന്നർത്ഥം. ശരിക്കും വർക്ക് ചെയ്യുക. പക്ഷെ
പിന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ വേറെ ഉണ്ട്. ഞാൻ കുറച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ സൂര്യനെ കണ്ണ് തുറന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ നടുവിരലുള്ള ഫിംഗർ, ഈ ഫിംഗർ വെച്ച് സൂര്യനെ മറച്ചു പിടിക്കുക. ഇങ്ങനെ കറക്റ്റ് മറച്ചു പിടിക്കുക. അങ്ങനെ മറച്ചു പിടിച്ചിട്ട് അപ്പൊ സൂര്യൻ ഈ ഫിംഗറിൽ, ഒരു കണ്ണില് സൂര്യൻ ഈ ഫിംഗർ ക്ലോസ് ആവും, അടയും. അപ്പൊ ഇപ്പുറത്തെ ഫിംഗറിനുള്ളിലൂടെ രണ്ട് കണ്ണുണ്ടല്ലോ നമുക്ക്. അപ്പൊ മാക്സിമം കൈ നീട്ടി പിടിച്ച് ഒരു സൂര്യനെ മറയ്ക്കുമ്പോൾ രണ്ടാമത്തെ സൂര്യൻ, അതായത് ലെഫ്റ്റ് ബ്രെയിനിലൂടെ ഇടത് കണ്ണിലൂടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ വലത് കണ്ണ് മറച്ചു പിടിച്ചാൽ ഇടത് കണ്ണ് മറച്ചു പിടിച്ചാൽ വലത് കണ്ണിൽ സൂര്യനെ കാണാൻ പറ്റും. രണ്ട് കണ്ണുണ്ടല്ലോ, ആ സൂര്യനെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു സൂര്യനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തി നിർത്തും. രണ്ടാമത്തെ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യനെ നമ്മൾ കണ്ടു. അപ്പൊ ഒരു എനർജി മാത്രം വർക്ക് ചെയ്യും. ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഒന്നിലൂടെ മാത്രം എനർജി ഇറങ്ങി പോകും, സൂര്യന്റെ എനർജി ഒരു കണ്ണിലൂടെ. ഒരു കണ്ണ് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഈ നിങ്ങള് ഈ ഷിപ്പ് കപ്പിത്താന്മാരെ കണ്ടിട്ടില്ലേ? പണ്ടത്തെ കപ്പിത്താന്മാരിൽ ഒരു കണ്ണ് മാത്രം അടച്ചു വെക്കും. ഇതെന്തിനാന്നറിയോ നിങ്ങൾക്ക്? പറഞ്ഞുതരാം. ഇത് ലോകത്ത് നിങ്ങൾ ആരും ഇനിയും കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കാനും പോണില്ല. അതായത് ഒരു കണ്ണ് അടച്ചു വെക്കുന്നത് എന്താണെന്നറിയോ? ആ വ്യക്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൺ സൈഡ് ബ്രെയിൻ ഉറക്കാണ്. നിങ്ങൾ എന്നെ പലരും കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ചില സമയത്ത് ഇരിക്കാറുണ്ട്, ഒറ്റ കണ്ണ്. ഡ്രൈവ് ചെയ്യുമ്പോ അല്ലാട്ടാ, വെറുതെ ഇരിക്കുമ്പോ. ഒരു കണ്ണടച്ച് വെച്ച് 15 മിനിറ്റ് ഇരുന്നാൽ എന്റെ ലെഫ്റ്റ് ബ്രെയിനെ എനിക്ക് ഉറക്കാൻ പറ്റും. റൈറ്റ് ബ്രെയിൻ ഇതുപോലെ കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നാൽ ഞാൻ റൈറ്റ് ബ്രെയിൻ ഉറക്കും. പക്ഷെ എനിക്ക് ലോജിക്കൽ തിങ്കിങ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ബ്രെയിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇടത് കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ലെഫ്റ്റ് ബ്രെയിൻ റിലാക്സ് ആയിട്ട് ഉറങ്ങിപ്പോകും. ലെഫ്റ്റ് ബ്രെയിൻ ഉറങ്ങും. ആ കണ്ണ് അടച്ചു കഴിഞ്ഞാല്, ആ കണ്ണടച്ച് വെച്ചിട്ട് ഇവൻ നടക്കും തോറും ഇവന്റെ ലെഫ്റ്റ് ബ്രെയിൻ ഉറങ്ങും, സ്ലീപ്പ് ആവും. ബ്രെയിൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നർത്ഥം. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ ഈ കണ്ണ് തുറന്നിട്ട് ഈ കണ്ണിലേക്ക് എടുത്ത് ഈ ബ്ലാക്ക് സാധനം അടപ്പ് ഈ കണ്ണിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ കണ്ണുറങ്ങും. ഈ കണ്ണുറങ്ങും. ഈ കണ്ണുറങ്ങുമ്പോ റൈറ്റ് ബ്രെയിൻ എന്ത് ചെയ്യും? ഉറങ്ങും, സ്ലീപ്പ് ആവും. അപ്പൊ ഈ കണ്ണ് ആക്ഷൻ ആയിരിക്കും. അങ്ങനെ ഈ വ്യക്തിക്ക് എനിക്ക് ഒരു ദിവസത്തിൽ 3 മണിക്കൂർ മാത്രം കിടന്നുറങ്ങിയാൽ മതി എന്നർത്ഥം. അങ്ങനെ ചെയ്താൽ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സയൻസ്. ഇത് ശാസ്ത്രവാദികൾ എന്ത് പറയുന്നറിയോ? കപ്പിത്താന് കപ്പലിലെ ക്യാപ്റ്റന് എന്ത് വേണം? ഇടയ്ക്ക് മുകളിലേക്ക് ഇറങ്ങണം, ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങണം. അപ്പൊ അതുകൊണ്ട് ഈ കപ്പലിന്റെ ഉള്ളിൽ ഇരുട്ടായത് കൊണ്ട് ഈ ഇരുട്ട്, ഈ കണ്ണ് ഇരുട്ടിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെടുത്ത് ഇപ്പുറത്തേക്ക് എടുത്തിടുമ്പോ കണ്ണ് കാണാൻ പറ്റും. ഇത്ര കപ്പലിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടിനുള്ളിലേക്കും വെളിച്ചത്തിനുള്ളിലേക്കും കടക്കുന്ന സമയത്ത് ഈ കണ്ണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം എന്നാണ് ശാസ്ത്രവാദികൾ പറയുന്നത്. ബട്ട് റിയാലിറ്റി അതല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിയാലിറ്റി വിശ്വസിക്കുക. മനസ്സിലായോ? നിങ്ങൾ തന്നെ അതുപോലെ ഒരു സംഭവം ഉണ്ടാക്കി, ഒരു കണ്ണിന്റെ സാധനം ഉണ്ടാക്കി, നിങ്ങൾ ഇതുപോലെ തന്നെ ഇട്ട് നിങ്ങൾ കുറച്ചേരം ഇരുന്നു ഒരു കണ്ണടച്ച്. വേണ്ട, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണടച്ച് പിടിക്കുന്നു വേണ്ട, ഒരു കണ്ണടച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെ തന്നെ ഇരിക്കുക. കുറച്ച് നിങ്ങൾ കൂർക്കം വലിക്കും. അതായത് നിങ്ങളെ ഒരു കണ്ണടച്ച് വെച്ച് നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ത് സെൻസ് ചെയ്യുന്നറിയോ? ആടാ, രണ്ട് ബ്രെയിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ബ്രെയിന് മനസ്സിലാവും ഇവൻ ഉറങ്ങാൻ പോവാണ്, ഇവൻ ഉറങ്ങിയെന്ന് അവൻ വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ് മോഡിലേക്ക് പോകും നിങ്ങള്. അങ്ങനെ നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞാൽ 15-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാത്രി ഉറക്കം കുറവായിരിക്കും. നിങ്ങൾക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉറക്കം വരില്ലേ? ഉച്ചയ്ക്ക് നല്ല ചില സമയത്ത് ഇങ്ങനെ കോട്ട് വായിക്കുന്ന സമയം, ആ സമയം ആരില്ലെങ്കിലേ, വീട്ടുകാരില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താന്ന് പറയും. വീട്ടുകാരൻ ഈ പരീക്ഷ ചെയ്ത് നോക്ക്. ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് ഒരു കണ്ണ് ജസ്റ്റ് അടച്ചു പിടിക്കുക. ചിലപ്പോൾ പറ്റിയെന്നില്ല കേട്ടോ, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കണ്ണ് അടച്ചു പിടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ പകുതി ബ്രെയിൻ ഉറങ്ങി പോകും. ഒരു 15 മിനിറ്റ് കണ്ണു തുറന്നുണ്ടല്ലോ, നിങ്ങൾ ക്ഷീണം മൊത്തം പോവും. ചെയ്ത് നോക്ക്. അപ്പൊ ആ കപ്പിത്താന് ഉറക്കം കുറയാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ബ്രെയിന് റൈറ്റ് ബ്രെയിനെയും, അതായത് ഉറക്കം കുറയുന്ന നമ്മുടെ ഫേസ് ആകെ ഡള്ളാവും, അതുണ്ടല്ലോ. അപ്പൊ ആ ഉറക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഉറക്കം വളരെ കുറച്ച് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പുള്ളി ഈ സാധനം ഉപയോഗിക്കുന്നത്. സയൻസ്. അതാണ് കപ്പിത്താന്മാർ അത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം. അല്ലാണ്ട് ശരി, ശാസ്ത്രം പലതും പറയും, അത് വിട്ടേക്ക്.
ഇങ്ങനെ ശാസ്ത്രം പറയുന്നത് വേറെ, എന്റെ തിയറി വേറെ. ഞാൻ പറയുന്ന തിയറിയില് നിങ്ങൾ ഞാൻ പറയുന്ന തിയറിയില് നിങ്ങൾ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ കപ്പിത്താന്മാരുണ്ടല്ലോ ബോട്ടിൽ പോകുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെ ചെയ്യാത്ത. ഇപ്പഴത്തെ ആളെന്താ ചെയ്യാത്ത? അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ ആളുകൾ ചെയ്ത ഇപ്പഴത്തെ ആൾ ചെയ്തൂടെ? ഇപ്പോഴും കപ്പല് ബോട്ട് തന്നെയാണല്ലോ, അല്ലെ? ആഡംബര കപ്പൽ ഇപ്പോഴല്ല വന്നത്, ആഡംബര കപ്പല്. കാരണം ഇപ്പോഴത് യൂസ് ചെയ്യണ്ടേ. ഇപ്പോഴും താഴേക്കും മുകളിലേക്കും വരുന്ന ആളല്ലേ മീൻ പിടിക്കാൻ ഫിഷിംഗ് ബോട്ടിലും ഫിഷിംഗ് കപ്പലിലും ഇപ്പോഴും താഴേക്കും ബോട്ടിന്റെ ഉള്ളിലേക്കും ബോട്ടിന് മുകളിലേക്കും വരുന്ന ആളുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അത് പണ്ട് മാത്രം വർക്ക് ചെയ്യുള്ളൂ, ഇപ്പൊ വർക്ക് ചെയ്യില്ല ഇത്. ശരിയല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ആ, ഇതുപോലത്തെ 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സയൻസ് ഇതാണ് സംഭവം. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ. അതുകൊണ്ട് സക്സസ് അല്ലെങ്കിൽ അത് വിട്ടേക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും എന്ത് കാര്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഞാനത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് മറ്റൊരു പറയുള്ളൂ. അല്ല ഞാൻ ചെയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇന്നലെ അടക്കം ചെയ്തുള്ളൂ. ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കും, ഒറ്റ കണ്ണു ഇങ്ങനെ അടച്ചിരുന്ന് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കും കുറച്ച്. സോ എന്റെ ബ്രെയിൻ ഉറങ്ങിപ്പോകും, കണ്ണ് തുറന്നിരിക്കും. രാത്രിയില് നൈറ്റ് ഡ്യൂട്ടി നിൽക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഒരു സ്റ്റാള് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഞാൻ കണ്ണ് തുറന്ന് ഒരു കണ്ണ് അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ റോട്ടിൽ കൂടെ ഇങ്ങനെ ആളുകൾ പോവുമല്ലോ. ആ, ഇൻസ്റ്റാളാണല്ലോ, അടിച്ചു മാറ്റാനും പാടില്ല. മിഠായും ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ പണ്ട്, ഇപ്പോഴല്ല. അപ്പൊ അങ്ങനെ രാത്രിയിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പകല് ജോലിക്ക് പോകും, പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പകല് ഞാൻ പെയിന്റ് പണിക്ക് പോകും, പെയിന്റ് പണി അങ്ങനത്തെ പണിക്ക് പോകും. എന്നുവെച്ചാൽ രാത്രി വന്ന് തൃശ്ശൂര് സ്റ്റാളുകളൊക്കെ ഉണ്ടാവില്ലേ, 15 ദിവസം ഒരു മാസം സ്റ്റാൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പൂരത്തിന് സ്റ്റാൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ സ്റ്റാളിൽ പോയിട്ടിരിക്കും. അപ്പൊ രാത്രി ഇതുപോലെ, അപ്പൊ അത് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ് പോലെ ഇരിക്കണത്. കസ്റ്റമറിന് ചോദിക്കുമ്പോൾ സാധനം കൊടുത്താൽ മതി. ഒരു സെക്യൂരിറ്റി പോലെ അതിനുള്ളിൽ ഉണ്ടാവണം. അപ്പൊ അതിനും പൈസ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രാത്രി ഉറങ്ങണ്ടേ, ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ് ഇത്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ അത് 100% യൂസ് ചെയ്തതാണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു കണ്ണടച്ച് പിടിച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആളുകൾ പോണവര് ഇവൻ കണ്ണ് തുറന്നിരിക്കുകയാണോ എന്നെ ഉറങ്ങാണെന്ന് അറിയൂല. ഒറ്റ കണ്ണടച്ചിരിക്കാൻ എന്നെ പ്രാന്തൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ബ്രെയിനെ ഉറക്കി 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 ഓരോ മണിക്കൂർ കണ്ണുകൊണ്ട് അടച്ച് കൈ കൊണ്ട് അടച്ചിരിക്കണ്ട. കൈ കൊണ്ട് അടച്ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, കൈ കറക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞിരുന്നോളൂ. നിങ്ങൾ തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തനിയെ അടഞ്ഞോളൂ. ഞാൻ എത്ര തന്നെ അടച്ചിരിക്കും. അതിന് തുറക്കാനൊക്കെ നമുക്ക് തോന്നും, പിന്നെ അത് ശീലമായിക്കോളും. എന്ത് കാര്യം ശീലവും. ഇത് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. നിങ്ങൾക്ക് നല്ല ക്ഷീണം വരുന്ന ഉറക്കും, നട്ടുച്ചയ്ക്കൊന്നും ഉറങ്ങാനും പാടില്ല. നല്ല ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഒരു കണ്ണ്, ഇപ്പൊ ട്രാവലിംഗ് ആവാം, ബസ്സിലാവാം. പക്ഷെ നാട്ടുകാരും കാണാൻ പാടില്ല, പ്രാന്താന്ന് പറയും, കണ്ണടിച്ചു പോയെന്ന് പറയും. അതുകൊണ്ട് മാക്സിമം നാട്ടുകാർ അങ്ങനെയാണ്. ചെയ്തു നോക്ക്. ലെഫ്റ്റ് ബ്രെയിൻ, ഇടത് കണ്ണ് അടച്ചു പിടിച്ചാൽ മതി. ലെഫ്റ്റ് ബ്രെയിൻ ആണ് കൂടുതൽ നമുക്ക് റെസ്റ്റ് വേണ്ടത്. അപ്പോ ഇതേപോലെ തന്നെ നമ്മള് സൂര്യനെ ഒരു ഒരു കണ്ണുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് പിടിച്ച് ഇപ്പുറത്തെ കണ്ണുകൊണ്ട് സൂര്യനെ കാണുമ്പോൾ എന്നിട്ട് ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും, ഈ ഭാഗത്ത്, കൈയിന്റെ ഈ ഭാഗത്ത് സൂര്യന്റെ ചൂട് ഇവിടെ അനുഭവപ്പെടുന്നു. പിടിച്ച സൂര്യൻ ഇവിടെ ആക്ടിവേഷൻ ആവുന്നു. സൂര്യൻ ആക്ടിവേഷൻ ഇവിടെ ഒരു ഹീറ്റ് വരും. അതിന്റെ മൂന്നോ കൈ കറക്കുന്നവരെ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, കൈ പിടിച്ചിട്ട് നമ്മൾ നേരെ കൈ എടുത്തിട്ട് ഒറ്റ അടയ്ക്കുക. ഇങ്ങനെ അടച്ചു പിടിക്കുക. ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് കണ്ണടച്ചു കഴിഞ്ഞാല് നമ്മളൊന്ന് വിചാരിക്കുക, ഇവിടെ ഉള്ള എനർജി ഉണ്ടല്ലോ, ഇപ്പൊ സൂര്യന്റെ എനർജിനുള്ള ചാർജ് ആയില്ലേ, ഈ ചാർജ് ആയ എനർജീനെ സൂര്യൻ എന്താണ് ഒരു ഡിവൈസ് മാത്രമാണ്, നമുക്ക് ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് കൈന്റെ ഉള്ളിലൂടെയും ഒരു ഫ്രീക്വൻസി ഇത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഫീൽ ചെയ്യും നമുക്ക്. അതായത് നമുക്ക് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു എനർജി പോയി ഇങ്ങനെ പോയി ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇവിടെ പോയി നമ്മുടെ ഓറ വികസിക്കുന്നതായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഫീൽ ചെയ്യാം. അതാണ് സൂര്യൻ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ശാസ്ത്രം പറഞ്ഞത്. സൂര്യൻ പൊട്ടിത്തെറികളാണ്, അതുപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രാക്ടീസ് ചെയ്ത് 6 മാസം, ഞാൻ പറയുന്നത് ഗ്യാരണ്ടി, എവരിഡേ നിങ്ങൾ ചെയ്ത് 6 മാസം കൊണ്ട്, ഞാൻ ഉറപ്പ് തരാം, 6 മാസം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരാളുടെ എല്ലുകളും നാഡീഞരമ്പുകളും സ്കിന്നിന്റെ ഉള്ളിലേക്ക് കണ്ണിറങ്ങിപ്പോയി ഞരമ്പുകള്, ബ്ലഡ് പോകുന്നത്, എല്ലൊക്കെ കാണാൻ പറ്റും. വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ 6 മാസം പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ നോക്കിയിട്ടുള്ളതാണ്, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ശാസ്ത്രം, നാഡികളെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇത് ഞാൻ ട്രൈ ചെയ്ത് ഞാനിപ്പോ ആളോട് ഞാൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്തൊക്കെ, റോട്ടിൽ ആക്സിഡന്റ് പറ്റിയ ആൾ മരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ബോഡി എടുത്ത് നോക്കിയിരുന്നു. ഞാൻ കൈയിന്റെ ഇവിടെ ഫിംഗർ പിടിച്ചിട്ട് ഡോക്ടറെ പോലെ ഹൃദയ നാഡി ഞരമ്പ് ചെക്ക് ചെയ്ത്
നാഡീഞരമ്പിന് എത്ര പവർ ഉണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ആളാണ്. മോൻസ് എന്താ പറഞ്ഞിട്ടല്ലോ, ക്ലിയർ ആയില്ല. അപ്പൊ കറക്റ്റ് നാഡി ഇവിടെ ഇവിടെ പിടിച്ചു നോക്കും, അല്ലെങ്കിൽ ഇവിടെയും പിടിക്കാൻ പറ്റും. ഇവിടെയും പിടിച്ച് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഞാൻ ഹൃദയം അടിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പിടിച്ചിട്ട് ഹൃദയം അടിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് ഡോക്ടർമാർ പറയും ഇവിടെയും പിടിച്ചിട്ട് ഹൃദയം അടിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹൃദയത്തിന്റെ പവർ എത്ര ഉണ്ടെന്ന് ഇവിടെ ഒക്കെ പിടിച്ചിട്ട് എനിക്ക് പറ്റും. ഇതൊക്കെ പണ്ടേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കാനുള്ള കാരണം ഈ സൺ മെഡിറ്റേഷനാണ്. ശരിക്കും നിങ്ങൾക്ക് ഒരാളുടെ കയ്യിലേക്ക് നോക്കിയാൽ ശരിക്കും ഞരമ്പുകളിലൂടെ ബ്ലഡ് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലും കാണാൻ പറ്റും. സ്കാനിങ് പവർ നിങ്ങൾക്ക് കിട്ടുന്ന അർത്ഥം. ഇതാണ് ആത്മകാരണ സൂര്യൻ. പക്ഷെ ഈ തത്വം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണം. പക്ഷെ ഇത് നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1, 2, 3, 4 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗുരു വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫ്രീക്വൻസി ഇട്ട് തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരാൾ മരിക്കും. ആ മരിച്ചിട്ട് ആത്മാവ് പോവില്ലേ? ആ ആത്മാവ് പോണ സമയത്ത് ആ ആത്മാവ് ആ ഫ്രീക്വൻസി തന്നിട്ട് പോകും. അല്ലാതെ നിങ്ങൾക്ക് അത് കിട്ടില്ല. അത് സംഭവിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ പോയുമ്പോൾ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ ഒന്നല്ലെങ്കിൽ ഒരു ഗുരു വരും. ഒരു ഗുരു ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ മരിക്കും. ആ മരിച്ച ആത്മാവ് ഉണ്ടല്ലോ, ആ ആത്മാവ് തന്നെ ഈ ഫ്രീക്വൻസിയായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവുകയും ചെയ്യും. മരിച്ചൊരു ആത്മാവ് പോവില്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് പോവുമല്ലോ, ആ ആത്മാവ് നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി ഇട്ടിട്ട് പോകും. ആത്മാവിന് പോണ്ടേ? പോണ്ട. ആ പോകുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒരു നൂൽപ്പാലം ഇട്ടിട്ട് ആള് പോകും എന്നർത്ഥം. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ സാധനം കിട്ടില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരാൾ വരും അങ്ങനെ വന്നത് തന്നിട്ട് പോവുള്ളൂ. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും വരും, തരും. അപ്പൊ അത് തരണമെങ്കിൽ അവസാനം അത് കിട്ടണമെങ്കിൽ ചാർജ് ആവണമെങ്കിൽ ഇത് വേണം. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾക്ക് ഈ സിംറ്റംസ് കിട്ടും. ഒരാളെ നാഡി പിടിച്ച് നോക്കാനും ഒരാളുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത ആളുടെ രോഗം കണ്ടുപിടിക്കാനും ഇതൊക്കെ ഒരു 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റും ഇത് ചെയ്താൽ. ക്ലിയർ ആയോ? അത് വെച്ച് നാളെ കാലത്ത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. അതിന് കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ചാർജ് ആവുന്നത് പഠിക്കാനുണ്ട്. ആ എനർജി ഫോഴ്സ് വരുന്നതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ശരിക്കും നരമ്പിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകും സൂര്യന്റെ എനർജി. ഒരു ഹൃദയത്തിൽ പോയിട്ട് ആക്ടിവേഷൻ ആവും. ഇതൊന്നും തട്ടിപ്പോ മത്തങ്ങയൊന്നല്ല. ഇതൊക്കെ ഇതൊക്കെ എന്ത് ഞാനൊക്കെ ഇത് പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ വർക്കൗട്ട് ആവോ? ഞാനും ഇതേപോലെ ചിന്തിച്ചു. പക്ഷെ ഞാനിതൊക്കെ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം വർക്കൗട്ട് ആവുന്ന പരിപാടിയാണ്. നമുക്ക് ഇതൊക്കെ സാധിക്കും. ഒരു മനുഷ്യന് ഇതെല്ലാം സാധിക്കും. പക്ഷെ നമ്മള് ഏതൊക്കെയോ രീതിയിൽ എവിടേക്കോ പോയി പണം, ജോലി ചെയ്ത് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പഠിക്കണം. പഠിച്ച് സ്കൂളിൽ പോയി തല തിരിച്ചു വെച്ചു ആദ്യം. അറിവിനെല്ലാം തിരിച്ചു വെച്ചു. പിന്നെ പണം വേണം എന്ന് പറഞ്ഞ് അതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുന്നത്. ഞാനും നിങ്ങളും കാണുന്നത്. നിങ്ങളും അതിലൊരാളാണ്. ഞാനും അതിലൊരാളായിരുന്നു. ഓക്കെ. ആ പൈസയുടെ പുറകിൽ പൈസ വരും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പണം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. നിങ്ങൾ അങ്ങോട്ട് പണത്തിനെ തേടി പോകണ്ട എന്നുള്ളതാണ്. പ്രകൃതിയുമായിട്ട് കണക്ട് ആയാൽ പണം നിങ്ങളെ തേടി വരും. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഒരു ഭക്ഷണം നിങ്ങളെ തേടി വരും അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കെടുക്കാനൊരു സ്ഥലവും ദൈവം കൊടുക്കും എല്ലാ രാത്രി. പിച്ചക്കാരന്മാർക്ക് പോലും കൊടുക്കും അല്ലെ? നമ്മള് ആലോചിക്കാറ് നമ്മുടെ നാട്ടിൽ എത്രയോ പിച്ചക്കാരന്മാരുണ്ട്, ഈ പിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവന്മാര് രാത്രി എവിടെ പോയി കിടന്ന് ഉറങ്ങണ്ടേ? നമ്മള് കാണുന്നില്ലല്ലോ. രാത്രി തങ്ങാൻ ഇടം വേണ്ടേ? യാത്ര ചെയ്യുന്നത് ഇപ്പോഴല്ല, പണ്ട് പിച്ചക്കാര് യാത്ര ചെയ്തിട്ടാണല്ലോ പോവാ അല്ലെ? ആ പിച്ചക്കാരന് ദൈവം രാത്രി ഉറങ്ങാൻ ഒരു ഇടം കൊടുക്കും. അതാണ് കോഡ്. ആ പിച്ചക്കാരന് ഒരു ദിവസം ഒരു നേരമെങ്കിലും ദൈവം ഭക്ഷണം കൊടുക്കും. ഒരു പിച്ചക്കാരനും പട്ടിണി മരിക്കില്ല. അതിനൊരാളോ ഒരു വ്യക്തിയോ ദൈവം നിയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു നേരം ഉണ്ടോ എങ്കിലും ഒരു നേരമെങ്കിലും കിട്ടും. അത് കൊടുക്കും. നിങ്ങളെക്കായാലും കിട്ടും. ആരെങ്കിലും ഒരു ദിവസം ഫുള്ളായിട്ട് പട്ടിണി കിടന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ കിടന്നുണ്ടോ? വില ലോക്കായിട്ടുണ്ടാവും ഓരോരുത്തും. അതല്ല, കിടന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഭക്ഷണം ദൈവം തരും. ഗോഡ്. അത് നിങ്ങൾക്ക് പ്രപഞ്ചം തരും. ഞാനിപ്പം ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ് കേട്ടോ. എന്റെ ദൈവം പ്രപഞ്ചമാണ്. ഞാനിപ്പോ അമ്പലത്തിൽ പോകാറില്ലെന്ന് അറിയാലോ. അപ്പോ പ്രകൃതി നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് തരും. വാ കയറിയിട്ടുണ്ടോ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. നിങ്ങൾക്ക് ഉറങ്ങാനൊരു സ്ഥലവും തരും. ഒരു വീടും തരും. എവിടെയായാലും കുഴപ്പമില്ല. അത് അതേപോലെ തന്നെ പണവും നിങ്ങൾക്ക് കിട്ടും. ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കിട്ടുന്ന വഴികളുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തതാ. ഇനി അല്ല എന്ന് വാദിക്കുന്നവരുടെ എന്റെ അടുത്ത് പോരാ, ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് പണമില്ല? എന്തുകൊണ്ട് നിങ്ങൾ സീറോയിൽ നിൽക്കുന്നു? ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ആഗ്രഹത്തിന് പുറത്തും അത്യാഗ്രഹത്തിന് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്.
ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എല്ലാ തത്വങ്ങളും ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോ ഇതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാം നിൽക്കേണ്ട ആളുകള് ഇതിനപ്പുറത്തെ റേഞ്ചിലേക്ക്, ഇതിനപ്പുറത്തെ ഒരു സ്റ്റേജിലേക്ക് പോയാനെ. അപ്പൊ അപ്പുറത്തെ സ്റ്റേജ് എന്താ നിങ്ങൾ ചോദിക്കും. സോ അപ്പുറത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങളെ കണ്ട് ബഹുമാനിക്കും. എന്തിന് നിങ്ങളുടെ മക്കൾ പോലും എന്റെ അച്ഛനാണ് എന്റെ ഹീറോ എന്ന് പറയും, അല്ലെങ്കിൽ എന്റെ അമ്മയാണ് എന്റെ ഹീറോ എന്ന് പറയും. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും പറയും. അപ്പൊ ഞാൻ എന്റെ മക്കൾ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ പറയും എന്റെ അച്ഛനാണ് എന്റെ ഹീറോ എന്ന് പറയും. തോന്നുന്നില്ലേ? ചേച്ചി ചേച്ചിയുടെ മക്കൾ പറയോ എന്റെ അമ്മയാണ് എന്റെ ഹീറോ എന്ന് പറയും? പറയിപ്പിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? സാധിക്കും. സാധിക്കും. പറയിപ്പിക്കാൻ പറ്റും. നിങ്ങൾ മാറണം എന്ന് മാത്രം. എന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ ഹീറോ ആയില്ല? അതിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഹീറോ ആയി കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ മക്കള് എന്തുകൊണ്ട് നിങ്ങളെ ഹീറോ ആയിട്ട് കാണുന്നില്ല എന്ന് ഉത്തരത്തിൽ എത്തിച്ചേരും. സോ ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്, നാളെ എന്റെ മകൻ എന്റെ അച്ഛനാണ് എന്റെ ഹീറോ എന്ന് പറയണം. ആ ലെവലിലേക്ക് വേണം ഞാൻ ജീവിക്കാനെന്നാണ് ഞാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് കുട്ടികൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമോ അതൊക്കെ വേറെ വിഷയം. എനിക്ക് എപ്പോഴും കല്യാണം താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും എന്റെ ആഗ്രഹം ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഹീറോ ആണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോ ആണ്, കൂട്ടുകാരന്മാരുടെ മുമ്പിൽ ഹീറോ ആണ്, നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഹീറോ ആണ്. അവന് മക്കളുടെ മുമ്പിൽ ഹീറോ ആവാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല എന്നർത്ഥം. ഉദാഹരണം, എന്റെ അച്ഛനാണ് എന്റെ ഹീറോ. അജിത അശോക്, അജിത് അശോക്. സോ റയർ പീസുകൾ മാത്രം അങ്ങനെ ഉണ്ടാവും. റയർ പീസുകൾ നിങ്ങൾക്ക് ആവാൻ പറ്റും. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ അത്യാഗ്രഹം മൂലം, ആഗ്രഹമല്ല അത്യാഗ്രഹം മൂലം എവിടേക്കോ വഴിപിഴച്ചു പോയി എന്നർത്ഥം. വഴി തെറ്റിപ്പോയി. തിരിച്ച ട്രാക്കിലേക്ക് കയറിയാൽ മാത്രം മതി, വേറെ കുഴപ്പമില്ല. നിങ്ങൾക്ക് മാറാൻ പറ്റും. സോ ദൈവത്തിന് മാറണമെങ്കിൽ ചില ആളുകൾ മാറണമെങ്കിൽ ദൈവം ഒരു ആക്സിഡന്റ് മൂലമോ ഏതൊരു അപകടം മൂലമോ അടുത്ത ഒരു രോഗം മൂലമോ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കും. ഗോഡ് എപ്പോഴും അങ്ങനെ ചെയ്യുക. ഗോഡിന് പ്രകൃതി നിങ്ങളെ മാറ്റാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പൊ നിങ്ങൾക്ക് ഒരു അപകടം തരും, ഒരു ആക്സിഡന്റ് തരും, അല്ലെങ്കിൽ വളരെ വലിയൊരു രോഗം തരും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് പിണങ്ങി പോവുകയോ ബോയ് ഫ്രണ്ട് പിണങ്ങി പോവുകയോ അല്ലെങ്കിൽ അച്ഛൻ മരിക്കുകയോ അമ്മ മരിക്കുകയോ അമ്മ മരിക്കുകയോ ചെയ്യും. അങ്ങനെ നിങ്ങളെ കൊണ്ട് വളരെ വലിയൊരു ഒരു സ്നേഹം എന്താണ് എന്ന് ഒരാൾ മരിച്ചു, നിങ്ങൾ കുറെ നേരം കരയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കരച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അത് എന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു, നഷ്ടപ്പെട്ടു. അതിന്റെ വേദന എന്ന് പറഞ്ഞ സാധനം, വേദന നിങ്ങൾ ഫീൽ ചെയ്തില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ലൈഫിലുണ്ട്, ഇതുപോലെ വേദന ഉണ്ടാവാൻ പാടില്ല എന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെ? പ്രൊട്ടക്ഷൻ അതാണ് വേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെ? പണം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എപ്പോഴും എന്നും വിളിച്ചുകൊണ്ടിരിക്കാം. അവരെ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് കെയർ എടുക്കാം. ചേച്ചി ലേഡീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിന്റെയും അച്ഛനെയും കാര്യത്തിൽ ഭക്ഷണം ഇന്ന ഭക്ഷണം കഴിക്കുക, ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അവരെ കെയർ എടുക്കാം. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. അല്ലെ? കുട്ടികളാണെങ്കിലോ അവരെ എന്താണ് റൂട്ട്, പഠിപ്പ് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി അവരെ കറക്റ്റ് ഡൈലേക്ക് വിടാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങൾ വീണ്ടും റിവേഴ്സ് വരാം. ഈ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഈ മെഡിറ്റേഷൻ. നിങ്ങൾ ഇതിലൂടെ എടുക്കുന്ന ഊർജം, മെഡിറ്റേഷൻ ധ്യാനത്തിലൂടെ എടുക്കുന്ന ഊർജത്തെ നിങ്ങൾ ഇങ്ങനെ വേണം ഉപയോഗിക്കാൻ എന്നർത്ഥം. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് യാതൊരു ഗുണമില്ല സുഹൃത്തെ. നാളെ കാലത്ത് വിക്രം ഭായി പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാൻ, ഞാനങ്ങോട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പോവാ. അവിടെ ഇരുന്നു. സോ ഓക്കെ, മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി. ഓക്കെ, പ്രപഞ്ചം ചോദിക്കും ശരി മോനെ നല്ല കാര്യം. അപ്പൊ ഇരുന്നു. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കണ്ണ് തുറക്കാതെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, അതെല്ലാം സമ്മതിച്ചു. കണ്ണ് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. കണ്ണ് തുറന്ന് ഒരു അരമണിക്കൂർ നേരം കണ്ണടയ്ക്കാതെ കണ്ണ് തുറന്ന് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് എത്തി. സൺ കണക്ട് ആയി തുടങ്ങി. അപ്പൊ പ്രകൃതി ചോദിക്കും, എടാ മോനെ രാജേഷേട്ടാ, ഇതിപ്പോ എന്തിനാ ചെയ്യണേ ചോദിക്കും. പ്രകൃതി അവിടെയാണ് നിങ്ങളുടെ മണ്ടയ്ക്ക് കൊട്ടാൻ പോണത്. അപ്പൊ നമുക്കൊരു ഉത്തരം വേണം പ്രകൃതിയോട്. പ്രകൃതി ചോദിക്കും, രാംഭായ്, മനോജ് ഭായ്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, സമ്മതിച്ചു.
ബട്ട് എന്തിന്? എന്തിന്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഉള്ളില് ഒരു ദുരുദ്ദേശം ഉണ്ടാവില്ലേ? അത് ഭാര്യയ്ക്ക് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താലും ശരി, എന്തായാലും ശരിയല്ലേ? എന്തായാലും ഉണ്ടാവും. മക്കൾക്ക് മിഠായി കൊടുത്താൽ എന്തായാലും തിരിച്ചു കിട്ടുന്ന ഒരു ആഗ്രഹം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതുപോലെ എന്തിനാണ് നീ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്ന് പ്രകൃതി നിങ്ങളോട് ചോദിക്കും. പ്രകൃതിക്ക് അറിയാവുന്ന ഭാഷയിൽ. സോ പ്രകൃതിക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ പ്രകൃതിക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ ഉത്തരം കൊടുക്കണ്ടേ? നിങ്ങൾ എങ്ങനെ ഉത്തരം കൊടുക്കും? അതാണ് ചോദ്യം. ഈ ഉത്തരം കൊടുക്കുന്ന സമയത്ത് പ്രകൃതിക്ക് ആ ഭാഷ മനസ്സിലായാൽ മാത്രം പ്രകൃതി നിങ്ങളെ അതിൽ നിരന്തരമായിട്ട് നിർത്തും. അല്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ നിരന്തരമായിട്ട് അതിൽ നിർത്തില്ല എന്നർത്ഥം. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരുന്നത്? പ്രകൃതി നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യും. ആഹാ, നീ ആള് കൊള്ളാലോ. ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് ഉത്തരമില്ല. ഏഹ് നിന്റെ റൂട്ട് കറക്റ്റ് അല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇത് സ്റ്റോപ്പ് ചെയ്തോ. അങ്ങനെ പ്രകൃതി തന്നെ ഇടപെട്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കി പ്രകൃതി തന്നെ വീട്ടില് ആരെങ്കിലും മരണപ്പെടുകയോ വീട്ടിലൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു രോഗം തരികയോ എന്തെങ്കിലും യാത്രയോ ജോലിയിലൊരു മാനസികമായ സംഘർഷമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എട്ടിന്റെ പണിയോ തന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ആര്? പ്രപഞ്ചം തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഞാനേ ഇത്രയും 3 മാസം ചെയ്തു, പിന്നെ എനിക്കൊരു ജോലിയിൽ മാറ്റം വന്നപ്പോ ഞാനത് നിർത്തി. അപ്പൊ ഞാൻ ബുദ്ധിമാനായ ഞാൻ എന്ത് ചിന്തിക്കുന്നറിയോ? നിങ്ങൾ നിർത്തിയതല്ല, അത് പ്രകൃതി നിർത്തിയതാ. നിങ്ങൾ എന്ത് ചിന്തിക്കും? ഞാനേ മടി കാരണം എനിക്ക് ആ ജോലിയിൽ പെട്ടെന്ന് ടെൻഷൻ വന്നപ്പോ ഞാനത് നിർത്തി എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെയല്ല അത് എടുക്കുക. അത് നിങ്ങളത് മനസ്സിലാക്കി. കുറെ പേര് പറയും മിത്രം ഭായ് ഞാൻ 3 കൊല്ലം അടുപ്പിച്ച് മെഡിറ്റേഷൻ ചെയ്ത ആളാ, എന്നിട്ട് പിന്നെ നിർത്തിയതല്ല. പ്രകൃതി നിങ്ങളെ കട്ട് ഓഫ് ചെയ്തു. പ്രകൃതി നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തതാ. കാരണം എന്താ അറിയോ? പ്രകൃതി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുത്തില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ പ്രപഞ്ചം വളർത്തുന്നു. എനിക്ക് പ്രകൃതിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പ്രകൃതി ചോദ്യം ഉത്തരം കറക്റ്റ് ആയിട്ട് എന്റെ ഉണ്ട്. വ്യക്തമായിട്ട് ഉത്തരമുണ്ട്. വ്യക്തമായിട്ട് ഉത്തരം ഉള്ളതുകൊണ്ട് പ്രകൃതി എന്നെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് നിങ്ങളെ തളർത്തും. ഇതാണ് ലോജിക്ക്. അതുകൊണ്ടാണ് ചിലര് പറയുന്നത് ഞാൻ കുറെ കൊല്ലമായി ചെയ്തു തുടങ്ങുന്നത്. വലിയ ആഗ്രഹം എനിക്കുണ്ട്, നടക്കണില്ല. നടക്കണില്ല എന്നല്ല, പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ? പ്രകൃതി ഒരു കാര്യം തുടങ്ങുമ്പോൾ പ്രകൃതിക്ക് ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം ഉത്തരം കൊടുക്കണം. ഇത് ചെയ്തുകൊണ്ട് എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന്റെ പടി നിങ്ങൾ എപ്പോഴാണോ സ്റ്റെപ്പ് വെക്കുന്നത് അപ്പോൾ മുതൽ മാത്രമാണ് നിങ്ങളെ പ്രകൃതി സപ്പോർട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. എല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അതുകൊണ്ട് നാളെ കാലത്ത് നേരം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ഇപ്പത്തെ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് ഓടിച്ചാടി പോയിട്ട് കാലത്തിട്ട് പിരിക്കും. എന്നിട്ട് ഞാൻ ചെയ്യും. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും. എന്നിട്ട് അത് ചെയ്ത് ഞാൻ കണ്ണു തുറന്നിരിക്കും. എന്നിട്ട് അരമണിക്കൂർ നേരം ഇരിക്കും. എന്നിട്ട് ഞാൻ 45 മിനിറ്റ് കണ്ണു തുറന്നിരിക്കും. എന്നിട്ടൊന്നും ചെയ്യാം, തീർന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്കൊരു ചോദ്യം വേണം, ഒരു ഉത്തരം വേണം. അതേപോലെ പ്രകൃതിക്കും ഒരു ചോദ്യമുണ്ട്. പ്രകൃതിക്കും ഒരു ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ തയ്യാറാവുന്നോ അപ്പോൾ മുതൽ പ്രകൃതി കണക്ട് ആവും. ഇല്ലെങ്കിൽ പ്രപഞ്ചം കണക്ട് ആവില്ല. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരാൾ വന്നിരുന്നാൽ ഞാൻ പറയും നിനക്കത് പറ്റുമോ ഇല്ലയോ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. പുള്ളി താഴേക്ക് വെച്ചിട്ട് വലിയൊരു മഹാനാണ്. പുള്ളി പറയണത് ഞാൻ 10-12 കൊല്ലമായിട്ട് മെഡിറ്റേഷനിൽ തന്നെയാ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പ്രപഞ്ചവുമായിട്ട് കണക്ഷൻ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ സമാധി പോലെ ഇരിക്കും. ഒക്കെ സമ്മതിച്ചു. എന്തിട്ട് ചെയ്യണേ? ഞാൻ ഇങ്ങനത്തെ തേരാപ്പാറടക്ക. ഭാര്യ പണിക്ക് പോണ്ട്, അതിന് ശമ്പളം ഉണ്ട്, 2 മക്കളുണ്ട്. പിള്ളേര് ഇപ്പൊ പഠിച്ച് എഞ്ചിനീയർമാരൊക്കെ ആയി. ഞാൻ ഇങ്ങനെ വെറുതെ നടക്കാന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾക്ക് ഒരു എനർജി, അതായത് എന്നെ കാണാൻ വന്നത് എന്തിനാ? ഇയാള് 10-12 കൊല്ലം മെഡിറ്റേഷൻ ചെയ്യണ്. എന്നെ പോലെ എന്തെങ്കിലും ആവാൻ പറ്റും. എന്റെ അടുത്ത് ഒന്നാ ട്രിക്ക് പറഞ്ഞിരുന്നു വെച്ചിട്ടാണ് ആള് വന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയാം എന്താ നിങ്ങൾ 12 കൊല്ലം മെഡിറ്റേഷൻ ചെയ്തു, അതെല്ലാം സംഭവിച്ചു. നിങ്ങൾക്ക് പരബ്രഹ്മമായിട്ട് കണക്ട് ആവാനുള്ള എല്ലാ വഴികളുണ്ട്. ബട്ട് നിങ്ങൾ എന്താണ് ലോകത്തിൽ ചെയ്തു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ആൾക്ക് ഉത്തരമില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അനുദീപ കണ്ണൂരെണ്ണം കൊണ്ട് അടച്ചു ചേർന്ന് നോക്കിയേ. നേരിട്ടിരുന്നോ? എന്നാലും കാണില്ലല്ലോ, ഞാനല്ലേ കാണുന്നത്. ഇടത് കണ്ണ് ലെഫ്റ്റ് ബ്രെയിൻ അടച്ചു വെച്ച് ഇരുന്നാൽ മതി, കണ്ണുറന്നിരുന്നാൽ മതി, സെറ്റാവും. കുറച്ചു നേരം 2 മിനിറ്റ് ഉണ്ടല്ലോ, ബ്രെയിൻ്റെ ഉള്ളിലേക്ക് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് പോലെ ഇങ്ങനെ ഡീപ്പ് ഇതിലേക്ക് പോകും മൈൻഡ്. ഇപ്പൊ ഉറക്കം വരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ.
ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കിയോ, എവിടേക്കും പോണ്ട. കാണും കാഴ്ചയും ചെവി എല്ലാം കേൾക്കുകയും ചെയ്യും. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നാളെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ തരാം. അതിന് വലിയൊരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. സോ ആ പോയിന്റ് ഇതാണ്, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. മുട്ടി നോക്കണ്ടേ, നല്ല തുറക്കുള്ളൂ. അത് ആ വചനം ഞാൻ ചെറുപ്പം തൊട്ടേ ഈ വചനത്തിന്റെ പുറകിലായിരുന്നു. ആ വചനം എന്റെ മൈൻഡിലുള്ളത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. എനിക്ക് ഗേൾഫ്രണ്ട് വന്നതും ക്രിസ്ത്യാനിറ്റി ആയിട്ട് വന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വചനം തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. മുട്ടും തുറക്കപ്പെടും, മുട്ടും തുറക്കപ്പെടും, മുട്ടും തുറക്കപ്പെടും. ഇതെന്താണത്, ഇതെന്താണ് ഈ സംഭവം? അങ്ങനെയാണ് ഞാൻ അതിന്റെ ആധികാരികമായ ഡാറ്റയിലേക്ക് ഇറങ്ങി ചെന്നത്. ക്ലിയർ? അതിന് വചനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അന്വേഷിക്കുകയും കണ്ടെത്തുന്നല്ലേ? അന്വേഷിക്കുകയും കണ്ടെത്തും അല്ലേ? മുട്ടുവിൻ തുറക്കപ്പെടും. അത് കഴിഞ്ഞാൽ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അല്ലെ? അല്ലേ? ശരി. അന്വേഷിക്കുകയും കണ്ടെത്തുന്ന അർത്ഥം എന്നിട്ടാ, നിങ്ങൾ ഒരു കാര്യം അന്വേഷിച്ച് നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അത് പ്രകൃതി നിയമമാണ്. അത് നിരീശ്വരവാദികൾ പറയും, നമ്മളും പറയും. പറ്റും, ഉറപ്പായിട്ടും പറ്റും. ബട്ട് നിങ്ങളത് കണ്ടെത്തി. ഇവിടെ ചില ആളുകൾ കണ്ടെത്തിയ ആളുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ പ്രീതി ചേച്ചി ആവാം, നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടനാവാം, പോൾസൺ ചേട്ടനാവാം. എല്ലാവരും ചിലപ്പോ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. പോൾസൺ ചേട്ടൻ കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ രണ്ടാമത്തെ ഒരു വാക്കുണ്ട്, മുട്ടുവിൻ. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് മുട്ടുക? എന്താണ് മുട്ടുക? ഓക്കെ ബൈ, കുഴപ്പമില്ല. എന്താണ് മുട്ടുന്നത്? മുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുക എന്താ സംഭവം? ശരി, നമ്മളൊരു വീട്ടിൽ പോയി കതകിൽ മുട്ടി, എന്ത് സംഭവിക്കും? ഉള്ളിലുള്ള ആൾക്ക് മനസ്സിലാവും പുറത്തൊരാള് വന്നിട്ടുണ്ട്. ആ പുറത്തൊരാള് വന്നിട്ടുണ്ട് എന്ന് ആൾക്ക് മനസ്സിലാവാൻ കതകിൽ മുട്ടുമ്പോൾ ടുക് ടുക് ശബ്ദം അയാളുടെ ചെവിയിലേക്ക് കൊള്ളും അല്ലെ? ദാറ്റ് മീൻസ് ഉള്ളിലുള്ള ആൾക്ക് ഒരു മെസ്സേജ് വിടുന്ന ഒരു ഉപകരണത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് മുട്ടുക. അല്ലെ? മുട്ടുക എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ എന്നല്ല അർത്ഥം. വൈബ്രേഷൻ അല്ലേ ദൈവം വചനം എന്നല്ല ബൈബിളിൽ എത്തിയിരിക്കുന്നത്. സോ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഉള്ളിലുള്ള ആൾക്ക് മനസ്സിലാവും ഒരു വൈബ്രേഷൻ കണക്ട് ആവുന്നുണ്ട്, ഇതെന്താ സംഭവം എന്ന് അന്വേഷിച്ച് ആ ഉള്ളിലുള്ള വ്യക്തി വരും. മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലേ തുറക്കുള്ളൂ. വാട്ട്സ് മീനിങ് ഓഫ് തുറക്കുക? എന്താണ് തുറക്കുക? തുറക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തുറന്നു, ഡോറ് തുറന്നു, വാതിൽ തുറന്നു, വാ തുറന്നു. കേട്ടില്ലേ? എന്താണ്? എന്തിനാ വാ തുറക്കണേ? ഒന്നിനെ വർത്താനം പറയാനും ഭക്ഷണം കഴിക്കാനും അല്ലേ? അപ്പൊ ഒരു എനർജീനെ ഉള്ളിലേക്ക് കടത്തി വിടാനോ പുറത്തേക്ക് എടുക്കാനോ ആണ് നമ്മൾ വാ തുറക്കുന്നത് അല്ലെ? അതുപോലെ ഡോർ തുറക്കുന്നത് എന്തിനാ? അടച്ചിട്ട് ഡോർ എന്തിനാ തുറക്കുക? ഒന്നല്ലേ നമുക്ക് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരണം അല്ലെ? എൻട്രൻസ് അല്ലെ? ഒന്നിൽ നിന്നും മറ്റൊന്ന് ഡയമെൻഷനിലേക്ക്, അതായത് പുറത്തു നിന്നും വീടിന്റെ ഉള്ളാകുന്ന വേറൊരു ഡയമെൻഷനിലേക്ക് കടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് തുറക്കുക. വാ തുറക്കുമ്പോൾ നമ്മളൊരു ബണ്ണിന്റെ കഷ്ണം പിടിച്ചു കയ്യിലെടുത്തു. സോ ബണ്ണെടുത്ത് വാ തുറന്നാൽ അത് കടിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ മാറി അല്ലെ? ബണ്ണിന്റെ ഡയമെൻഷൻ മാറി, ബണ്ണിനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് വയറിനുള്ളിലേക്ക് വിടും. അപ്പൊ തുറന്ന് അകത്ത് കയറിയാൽ ഡയമെൻഷൻ മാറുന്നർത്ഥം. നിങ്ങളല്ലാതായിത്തീരും. ഇത് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്ഥലം കിട്ടി, ഇതാണ് സാധനം കിട്ടി, അവിടെയാണല്ലോ മുട്ടേണ്ടത്. എല്ലായിടത്തും പോയി മുട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മുട്ടുക എന്ന് പറഞ്ഞ അർത്ഥം എന്നിട്ടാ ഡോറിൽ മുട്ടലല്ല, വൈബ്രേറ്റ് ചെയ്യുക, അങ്ങോട്ട് ഒരു എനർജിനെ കൊടുക്കുക. സോ അങ്ങോട്ട് ഒരു എനർജിനെ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു എനർജി വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? ആ വാതിൽ തുറന്നു തരും. ആ എനർജി ഫോഴ്സ് തുറക്കും. നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്താൽ നിങ്ങളുടെ ഡയമെൻഷൻ മാറും. നിങ്ങളുടെ ബ്രെയിൻ അപ്ഡേറ്റഡ് ആവും. ഡയമെൻഷൻ മാറി. സോ ഡയമെൻഷൻ മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂ. നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഡോർ തുറന്ന സമയത്ത് അല്ല സുഖല്ലേ, എനിക്ക് സാധനം തരുമോ ചോദിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ആയി, നിങ്ങൾ ഡയമെൻഷൻ മാറി. മനുഷ്യ തലത്തിൽ നിന്നും ദൈവത്തിന്റെ തലത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്കോ നിങ്ങൾ മാറിയിട്ട് വേണം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നുള്ളൂ. സോ മെഡിറ്റേഷൻ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ആ ദൈവികതയിലേക്ക്,
ആ ആത്മാവിന്റെ പ്രപഞ്ച ഊർജത്തിലേക്ക് വൈബ്രേഷനോടെ എൻട്രൻസ് ചെയ്ത് വൈബ്രേഷനിൽ എപ്പോഴാണ് എൻട്രൻസ് ചെയ്ത് നിങ്ങളുടെ ആത്മാ അതായത് നിങ്ങളുടെ എനർജി ഡൈവേർട്ടായി മാറിയിട്ട് വേണം ചോദിക്കാൻ. അപ്പോഴേ ഉള്ളിലുള്ള ആൾക്ക് ചോദ്യം മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് വാദം ചോദിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ സെക്കൻഡ് തേർഡാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ? ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. അതായത് തുറന്നു കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ഉള്ളിലേക്ക് കയറുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? ഡോർ തുറന്നാൽ അവിടെ ദൈവം നിൽക്കണ്ടോ ചോദിച്ചാൽ മതി. അങ്ങനെയല്ല പോയിന്റ്. തുറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയമെൻഷൻ മാറി. നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റി വേറൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോയി വേറൊരു ഡയമെൻഷനിലേക്ക് എത്തി. ആ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ദൈവവചനം. ഇത് ഞാൻ കണ്ടുപിടിച്ചത് സെൽഫായിട്ട് കണ്ടുപിടിച്ചതാ. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആരെങ്കിലും കയ്യിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. 3 തത്വമുണ്ട്. അന്വേഷിക്കും കണ്ടെത്തും. എന്താണ് അന്വേഷിക്കുന്നത്? ഞാൻ ആര്? ഞാൻ എവിടെ? ഞാൻ എന്ത്? ഓക്കെ. അപ്പൊ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഒരു 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം ഒക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വൈബ്രേഷൻ അങ്ങോട്ട് മാറും. സോ അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള വാതിൽ വരും, ഡോറ് വരും ഫ്രണ്ടില്. അത് തേർഡ് ഐ ആവാം, പലതും ആവാം, ഒരു ഗുരു ആവാം, ആര് വേണമെങ്കിലും ആവാം. അവിടെ പോയിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യണം. നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ആയി. വൈബ്രേഷൻ അതായത് ഫ്രീക്വൻസിയോട് ചോദിക്കണം. ആ ചോദ്യമാണ് മുട്ടുക എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം. സോ മുട്ടി തുറന്നാൽ നമ്മൾ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്യണം, ഉള്ളിലേക്ക് കയറണം, അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറിയാൽ ഡയമെൻഷൻ മാറും. നമുക്ക് രൂപമില്ല ഭാവമില്ലാത്ത രൂപമായിട്ട് നമ്മൾ മാറും. സോ എനർജി സോഴ്സ് മാറും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ഫ്രീക്വൻസിയും പ്രപഞ്ച ഫ്രീക്വൻസിയും നിങ്ങളുടെ ഫ്രീക്വൻസി മാച്ച് ആവും. എപ്പോഴാണോ അത് മാച്ച് ആവുന്നത് അപ്പോൾ മാത്രമാണ് ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുകയും തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ കുറെ പേരുണ്ടാവും. ഞാനേ 12 കൊല്ലമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്നുമില്ല. ചോദിക്കണ്ടേ? 12 കൊല്ലം മെഡിറ്റേഷൻ ചെയ്തിട്ട് ചോദിക്കണ്ടേ? അതെ. യാചിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. യാചിക്കുക എന്ന് മനസ്സിലായി. മീൻസ് സാക്രിഫൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്നുള്ള അഹങ്കാരമില്ലാതെ, നമ്മളെന്നുള്ള ഈഗോ ഇല്ലാതെ, ഞാൻ എന്ന് പറഞ്ഞ ഭാവമില്ലാതെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് യാചിക്കുക എന്നുള്ള വാക്ക് വരും. അല്ലെ? പണ്ട് ഈ ബുദ്ധ ഭിക്ഷുക്കളില്ലേ? ബുദ്ധ ഭിക്ഷുക്കൾ അങ്ങനെയാണല്ലോ. 7 വീട്ടിൽ നിന്ന് ചോദിക്കണം. 7 വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നിനക്ക് ഭക്ഷണമില്ല. അങ്ങനെയാണ് കണക്ക് അവരുടെ. അപ്പൊ 7 വീട്ടിലൂടെ അവർ യാചിക്കും. ബുദ്ധ ഭിക്ഷുക്കൾ എന്ന് പറയും. ഭിക്ഷാന്തേഹികൾ, ഭിക്ഷുക്കൾ. ഭിക്ഷ ചോദിച്ച് ഭക്ഷണം വാങ്ങിച്ച് മാത്രമേ അവർ കഴിക്കൂ, ഇല്ലെങ്കിൽ കഴിക്കില്ല. അതും 7 വീട്ടിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. 7ാമത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഭക്ഷണം കഴിക്കുകയില്ല. അതാണ് യാചിക്കുക എന്ന തത്വം അവർ കൊണ്ടുവന്നതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ളത് തന്നെയാണത്. ആ യാചനയാണ് ഈ യാചന. അതും ഇതും ഒന്നാണ്. നമ്മളെന്ന് പറഞ്ഞ ഈഗോ ഇല്ലാതെ, നമ്മളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാതെ യാചിക്കുമ്പോൾ, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതല്ലായി മാറും. നിങ്ങളുടെ ഈഗോ ഇല്ല, നിങ്ങളുടെ ഇതില്ല, നിങ്ങൾ ആരെന്ന ഭാവമില്ല, ഞാനെന്ന അഹങ്കാരമില്ല. അപ്പോഴേ കണക്ട് ആവൂ എന്നർത്ഥം. കാര്യം മനസ്സിലായോ? ഇത് ചെറിയൊരു വചനം മാത്രമല്ല, അതിന്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അർത്ഥം. ഒരു ഹിന്ദു ആയ ഞാൻ ബൈബിൾ വചനം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഭഗവത്ഗീത എടുത്ത് അടിച്ചു മറിച്ച് കളയില്ല ഞാൻ. അപ്പൊ ഞാൻ ഒരു ഹിന്ദു ആയ ഭിക്ഷയും എന്താണ് ഇവിടെ ചോദിച്ചല്ലോ ചോദ്യം? ഭിക്ഷയും പിച്ചയും രണ്ടാണല്ലോ തീർച്ചയായിട്ടും. അതല്ലേ പറഞ്ഞത്. അവരെ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞത് ഭിക്ഷാന്തേഹികൾ, ബുദ്ധ ഭിക്ഷുക്കൾ. ഭിക്ഷു വേറെ, പിച്ചക്കാരൻ വേറെ. പിച്ച വേറെ, ഭിക്ഷ വേറെ. ആ വാക്കിനർത്ഥം വേറെ, ഈ വാക്കിനർത്ഥം വേറെ. ഓക്കെ. ഭിക്ഷാന്തേഹികൾ, ദേഹി ദേഹം. അല്ല നിങ്ങൾക്ക് അർത്ഥം ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങോട്ടെല്ലാം പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ചോദ്യം പരമായി റീഡ് ചെയ്ത് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല ഭായി നിങ്ങള് ഞങ്ങളെ ഇനി പണമൊന്നും ഇല്ലാതെ ഇനി പച്ചപ്പുല്ല് തീറ്റിക്കാനും അങ്ങനെയാണ് കൊണ്ടുപോകണം. ഒരിക്കലും അല്ല. നിങ്ങളെ പണം ഉണ്ടാക്കി തരിക എന്നതാണ്. പക്ഷെ നിങ്ങളെ സീറോയിൽ നിന്ന് ആരംഭിച്ച് പണം ഉണ്ടാക്കി തരിക എന്നാണ് എന്റെ ലക്ഷ്യം. നിങ്ങളൊരു മഹാനാക്കുക എന്നാണ് എന്റെ ലക്ഷ്യം. ഏത് തലത്തില്? ആത്മാവിന്റെ തലത്തിലും ശാരീരിക തലത്തിലും മാനസിക തലത്തിലും 3 തലത്തിൽ നിങ്ങളെ നമ്പർ 1 ആക്കുക.
3 നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഈ 28 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 28 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലും ഒരു ഉണർവ് കിട്ടും. അത് മാത്രം എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. അത് നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന ഉണർവായിരിക്കും, മനസ്സിനെ ബാധിക്കുന്ന ഉണർവായിരിക്കും, ശരീരത്തിനെ ബാധിക്കുന്ന ഉണർവായിരിക്കും. കാലത്ത് 6 മണിക്ക് എന്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ലല്ലോ. ആ 3 ഉണർവുകൾ നിങ്ങൾക്ക് കിട്ടും. ആ 3 ഉണർവാണ് ജീവന്റെ അടിസ്ഥാനം. ആ ഉണർവ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാനിന്ന് ഇവിടെ എത്തി. ആ ഉണർവ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തും. ഉറപ്പായിട്ടും എത്തും. ഇപ്പൊ കാര്യം മനസ്സിലായോ? അത് ഇനി ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കും, വിക്രം ഭായ് ഇത് എന്തിനാണ് ഈ കാലത്ത് എഴുന്നിട്ട് 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ കഥയൊക്കെ പറഞ്ഞ പണത്തിന് വേണ്ടിയാണോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആകെ 650 രൂപ ഇവിടെ വൈഫൈയുടെ പൈസയ്ക്കും ഈ സൂം മീറ്റിന്റെ പൈസയ്ക്ക് പോലും തികയുന്നില്ല. സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പോലും തികയുന്നില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഈ പൈസ പോയി ഇത് ഇതൊക്കെ എനിക്ക് നഷ്ടാ. നിങ്ങൾ വിചാരിക്കുന്നത് ഈ 1000 രൂപ മേടിക്കുന്നത് 300 1000 രൂപ മേടിച്ച് എത്ര രൂപ ഉണ്ടാവും? 30,000 രൂപ ഉണ്ടാവും. 30 300 1000 രൂപ വെച്ചിട്ട് 100 വരുന്ന 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 ലക്ഷം രൂപ ഇപ്പൊ തന്നെ സൂം മീറ്റിന് എത്ര 30,000 60,000 രൂപ ഉണ്ട് ഈ മീറ്റിംഗ് നടത്തുന്ന പ്ലാറ്റ്ഫോമില്ലേ അതിന്. മനസ്സിലായോ? ആ സ്റ്റാഫിന് ഹയർ ചെയ്യുന്ന സ്റ്റാഫിന് വേണം 2 മാസം 3 മാസം ശമ്പളം. നിങ്ങളുടെ പൈസ ഇപ്പോഴും ആവിയായിട്ട് പോയി. നിങ്ങൾ തന്ന പൈസക്ക് ഇപ്പൊ ആവി ശൂന്യതയിൽ പോയി. 10 പൈസ കൂടി കയ്യിലില്ല. ഇതൊക്കെ നഷ്ടത്തിലാ. ബട്ട് എന്തിനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ പോലുള്ള കുറെ പേരെ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് അപ്ഡേഷൻ ഉള്ളൂ. ഇപ്പൊ എനിക്ക് അപ്ഡേഷന് വേണ്ടിയിട്ട് ഞാൻ കാലത്ത് എഴുന്നേറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എന്റെ ഇൻഫർമേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിലൂടെ എനിക്ക് ഉയർച്ചയുണ്ട്. ഞാനൊന്നും കാണാണ്ട് ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കഥ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഗോഡ് എനിക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതേ വിശ്വാസം തന്നെ നിങ്ങൾക്കും വേണ്ടെന്ന് അർത്ഥം ഉള്ള സംഭവം. ട്രാൻസ്ഫർ ചെയ്യാം ജസ്റ്റ്. നിങ്ങൾ ഇവിടെ വന്ന് കാത്തിട്ട് സുന്ദരമരം വന്നിരിക്കുന്നുണ്ടാ, അതിനർത്ഥം നിങ്ങൾക്കും എന്തോ കിട്ടാനുണ്ട്, എന്തോ നിങ്ങൾക്കും കൊടുക്കാനുണ്ട് എന്നർത്ഥം. ഇങ്ങോട്ട് എപ്പോഴാണോ നിങ്ങൾ അതിലേക്ക് കണക്ട് ആവുന്നത്, അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രപഞ്ചത്വം നിങ്ങളിലേക്ക് വരും. ഇല്ലെങ്കിൽ അവിടെ എത്തില്ല. ഇപ്പൊ കാര്യം മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചു വെളുപ്പം കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് ബെസ്റ്റ് ആയിട്ട് ശരിയുടെ കർമ്മമുള്ള ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ് ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി തൃശ്ശൂർ കടയുടെ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ടിട്ട് തിരക്കായിട്ട് രാത്രി 12 മണിക്ക് ഞാൻ ഇവിടെ ഇപ്പൊ പിള്ളേരോട് പറഞ്ഞു, അതേ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, എനിക്ക് ആ 6 മണിക്ക് കേൾക്കാം. നിങ്ങൾ കഥ പറയുന്നത് ഇവരിന്ന് കഥ പറഞ്ഞ് ഞാൻ പൊട്ടി കിടന്നുറങ്ങി. കാര്യം മനസ്സിലായോ? സോ അതാണ് ഉത്തരവാദിത്വം. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണ കുറെ തത്വം ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ 28 ദിവസം കൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഞാൻ മാറ്റിത്തരാം. ഓക്കെ. പിന്നെ അതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഇനി കിട്ടില്ല. ഇതാണ് ലാസ്റ്റ്. ഇതിന്റെ സമയം കുറെ പോയി എന്തായാലും. സോ നമുക്ക് എന്ത് ചെയ്യാം? പക്ഷെ സയൻസ് ക്ലാസ്സിൽ പഠിച്ചത് പെട്ടെന്ന് പറയുന്നു പോകുന്നില്ല. സയൻസ് പഠിച്ചത് പറയുന്നു പോണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അതിരിക്കുമ്പോഴാണ് രണ്ടും തമ്മിൽ എന്താവുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഭാഷ വേണം. സയൻസുമായിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കണം, അത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയാണോ, അതൊന്നിങ്ങനെ അതെന്തങ്ങനെ ഇങ്ങനെ ചോദിക്കണം. ചോദിച്ചാലല്ലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. സയൻസിനോട് ചോദിച്ചോ. ശാസ്ത്രത്തെ പല കാര്യങ്ങളും ചോദിക്കാൻ നിങ്ങൾ വളരണം എന്നർത്ഥം. ശാസ്ത്രത്തെ അന്ധമായിട്ട് വിശ്വസിക്കരുത്, അതിനെയും ചോദിക്കണം. ഓക്കെ. ബൈ നടക്കണം. അടുത്ത ക്ലാസ്സിൽ സ്വാർത്ഥ ശക്തിയിലേക്ക് കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്താണെന്നും അങ്ങനെ നമ്മളെങ്ങനെ നമ്മുടെ ആത്മാനെ അപ്ഡേറ്റ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞുതരാൻ കാര്യങ്ങൾ. ഓക്കെ. ഓക്കെ ബൈ. ബൈ 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 ബൈ. താങ്ക് യു. താങ്ക് യു.